നമസ്കാരം. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം ആരെങ്കിലും സന്ദർശിച്ചിട്ടുണ്ടോ? ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. അതിലൂടെ യാത്ര പോകലല്ല, അവിടുത്തെ ഗ്രാമങ്ങളിലൂടെ ഒന്ന് പോയി നോക്കണം. അവിടെ കുറച്ച് ദിവസം താമസിക്കണം, ആരെങ്കിലുമൊക്കെ ഗസ്റ്റായിട്ട്. അവിടുത്തെ സ്ത്രീകൾക്കൊരു പ്രത്യേകത ഉണ്ട്, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ ഓരോ ഏരിയ തിരിച്ചിട്ട് ഓരോ സ്വഭാവങ്ങളുണ്ട് സ്ത്രീകൾക്ക്. ഇപ്പോൾ കണ്ണമാലി, അങ്കമാലി, ഈ രണ്ട് സ്ഥലത്തുള്ള സ്ത്രീകളും നല്ല ധൈര്യശാലികളാണ്. അങ്ങനെ ഓരോ സ്ഥലത്തിനും ഓരോ പ്രത്യേകതകൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് ഈ വിശാഖപട്ടണത്തുള്ള സ്ത്രീകൾക്ക്, ഗ്രാമങ്ങളിലുള്ള പെണ്ണുങ്ങൾക്ക് പുറമേ നിന്ന് വരുന്ന ആൾക്കാരാണ് നല്ല തൃപ്തിയാണ്, സുന്ദരികളാണ്, നല്ലോണം കോപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കണം, അവർക്ക് സന്തോഷം വരണം, അവരെയും കൊണ്ട് ചെറിയ യാത്രകൾ പോവുക. പിന്നെ അവർ നമ്മുടെ അടിമ. പണത്തിലൊന്നും അവർ വലിയ ഇത് കൽപ്പിക്കണ്ട, വിശ്വസിക്കാൻ പറ്റും. നമ്മുടെ ഇവിടെയൊക്കെയുള്ള പെണ്ണുങ്ങളുണ്ടല്ലോ, ഈ വൈറലാക്കാൻ വേണ്ടി വീഡിയോ ഒക്കെ പിടിച്ച് ഒരാൾക്കാരെ അവിടെ ആയാൽ ഒരു പണിയില്ല, ബ്ലാക്ക് മെയിലിങ് ഒന്നുമില്ല. വിശ്വസിച്ചാലുണ്ടല്ലോ അവർ ഹൃദയം പറിച്ചു തരും. എന്തൊരു നമ്മൾക്ക് അവിടുന്ന് പോരാൻ തോന്നില്ല. പ്രകൃതി ഭംഗിയാണെങ്കിൽ അതിലേറെ. അവിടുത്തെ കടലും ടൗണല്ല, ടൗണും സുന്ദരിയാണ്. വിശാഖപട്ടണം ടൗണ് നല്ലൊരിതാണ്. പക്ഷേ എനിക്ക് എവിടെ ചെന്നാലും അവിടുത്തെ സ്ത്രീകളായിട്ട് പെട്ടെന്ന് മിങ്കിളാവും ഞാൻ. അതെന്താ അറിയില്ല, അതെൻ്റെ ഒരു പ്രത്യേകത. അവിടെ നിന്ന് പരിചയമായി തന്നെ നമ്മൾ ഓരോ ആൾക്കാർക്ക് നമ്മളെ വേഗം മനസ്സിലാവും പരിചയപ്പെട്ട് കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പുരുഷന്മാരെ മനസ്സിലാക്കാൻ നല്ല കഴിവുണ്ട്. അപ്പോൾ ഇവരെ നമ്മൾ കയ്യിലെടുക്കുക എന്ന് പറയുന്നത് പറ്റിക്കാൻ അവരോട് എന്തെങ്കിലും കാര്യലാഭത്തിനല്ല, നമ്മൾ നല്ല ആത്മാർത്ഥ സുഹൃത്തായി മാറുന്ന വിട്ട് ആ സൗഹൃദം അവർ മനസ്സിലാക്കും. അപ്പോൾ അവരത് ദുരുപയോഗം ചെയ്യില്ല. ഇങ്ങോട്ട് എന്ത് ഫേവറും ചെയ്യും, എന്ത് റിസ്ക് കൊടുക്കും. പിന്നെ സെക്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ അമിത താല്പര്യമുള്ളത് സ്ത്രീകളാണ്. എന്താണ് അറിയില്ല, ആ കടലിൻ്റെ കാറ്റേറ്റിട്ടാണ് ഒന്നും അറിയില്ല, നല്ല ത്രില്ലുള്ള സ്ത്രീകളാണ്. ഞാൻ പറഞ്ഞില്ല, ചില ഏരിയ അവിടുത്തെ കാറ്റാണ് പ്രകൃതിയാണ് അറിയില്ല. അപ്പോൾ ഞാനിപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ ടി വിയിലൊരു വിശാഖപട്ടണത്തെ പറ്റി ഒരു ന്യൂസ് കണ്ടപ്പോഴാണ് എനിക്ക് ചില പഴയ ഓർമ്മകൾ ഇങ്ങനെ വന്നതാണ്. അപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്തെന്നുള്ളൂ. പക്ഷെ നിങ്ങളാരും ഇപ്പോൾ അവിടെ പോയിട്ട് പെണ്ണുങ്ങളോട് അങ്ങനെ പരിചയപ്പെടാനോ മിങ്കിൾ ചെയ്യാനോ നിൽക്കണ്ട. ഇപ്പം കാലമൊക്കെ മാറി. പിന്നെ അതിനൊരു പ്രത്യേക ട്രിക്കുണ്ട്. അല്ലാണ്ട് എങ്ങനെയാലും ചെന്ന് പെട്ടെന്ന് ചാടി കയറി പരിചയപ്പെട്ട ആളൊക്കെ ചിലപ്പോൾ അത് എന്താ പറയുക, നമുക്ക് ദൂഷ്യമായിട്ടേ വരുള്ളൂ. അപ്പം ശ്രദ്ധിക്കുക, എന്നിട്ടൊക്കെ ഇടപെട്ടാൽ മതി. ഞാൻ പറഞ്ഞ കേട്ടാരും അനുകരിക്കാൻ ശ്രമിക്കരുത്.